ഈ കൺവെൻഷൻ്റെ 6ാമത്തെ രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർക്കും മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ശബ്ദപരിധിയിലൂടെ പല സ്ഥലങ്ങളിലായിരുന്ന് ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്കും ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളും. ഇവിടെ നിന്നുകൊണ്ട് വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് ഞാൻ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത്. ദൈവജനത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ ഓർത്തതുപോലെ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഒട്ടനവധി ഓർമ്മകൾ നമ്മുടെ സ്മൃതിപഥത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് നമ്മുടെ ജീവിത അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെ രുചിച്ചറിയുവാൻ ഈ വർഷം ഇടയായിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അങ്ങനെ നമുക്കെന്നും പറയുവാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകളിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, വേർപാടിൻ്റെ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ വൈപരീത്യമായ വഴികളിലൂടെ നടന്നുപോയ നിമിഷങ്ങൾ, അവിടെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവുകയില്ല. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട് എന്നരുളി ചെയ്ത വലിയവനായ കർത്താവിൻ്റെ കണ്ണ് നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആണ്ടിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ നമുക്കിവിടെ കടന്നു വന്ന് ഈ നിലയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കിയത്. സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം നമ്മെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകി പരിപാലിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ വിചിന്തനത്തിനായി അതിനാധാരമായി യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം, അതിന് 4-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഒരു വാചകം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. യോശുവയുടെ പുസ്തകം ഏറ്റവും അനുഗ്രഹീതമായ ഒരു പുസ്തകമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. മിസ്രൈമിൽ ഒരു അടിമയായി ജനിച്ചവനെങ്കിലും പിന്നീട് ഒരു വീരയോദ്ധാവായി തീരുവാൻ യോശുവയ്ക്ക് ഭാഗ്യം ലഭിച്ചു. മോശയുടെ ഒരു ഭൃത്യനായിരുന്നുവെങ്കിലും മോശയുടെ ഒരു പിൻഗാമിയായി തീർന്ന് ദൈവത്തിനായി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഈ യോശുവയെ തെരഞ്ഞെടുത്തു. 12 ഗോത്ര തലവന്മാരിൽ ഒരുവനായിരുന്നു ഈ യോശുവ. കർത്താവിനോട് പൂർണ്ണമായി പറ്റി നിന്ന് ദൈവത്തിങ്കിൽ നിന്ന് വൻകാര്യങ്ങൾ പ്രതീക്ഷിച്ച് ദൈവത്തിനു വേണ്ടി ധീരതയോട് നിന്ന ഒരു വ്യക്തിവിശേഷമാണ് യോശുവ എന്നുള്ളത്. യോശുവയുടെ ആദ്യത്തെ പേര് ഹോശയ എന്നായിരുന്നു. രക്ഷ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ മോശയാണ് ഹോശയ എന്ന പേര് മാറ്റി യോശുവ എന്നാക്കിയത്. ഗ്രീക്കിൽ യേശു എന്ന പേരിൻ്റെ എബ്രായ പദമാണ് യോശുവ എന്നുള്ളത്. ഞാൻ മുഖവരിയായി പ്രത്യേകിച്ചൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വായിച്ച വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം തൻ്റെ ജനത്തോട് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. ദൈവം അനുവദിച്ചാൽ 2011 നമ്മൾ 13 ആകാനായിട്ട് പോവുകയാണ്. നമ്മുടെ കാലടികൾ ആ വർഷത്തിലേക്ക് എടുത്തു വെക്കുവാനായിട്ട് പോവുകയാണ്. മുമ്പേ പോയിട്ടില്ലാത്ത ഒരു പുതിയ വഴിയിലൂടെ ഞാൻ നിങ്ങൾ നടന്നു നീങ്ങുവാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിന് ചൈതന്യം പകരുന്ന ചില വാക്കുകൾ ഓർപ്പിക്കുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ നാം വളരെ സൂക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത വഴിത്താരയിലൂടെ പോകുമ്പോൾ വളരെ വളരെ കരുതേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരിചയമില്ലാത്ത വഴിത്താരയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ വരുന്ന നാളുകളിൽ നാം വളരെ കരുതലോടുകൂടി ജീവിക്കുവാൻ ആവശ്യമുണ്ട് എന്ന് വളരെ പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അവരുടെ മരുഭൂമി പ്രയാണത്തിൽ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ശബ്ദം അവരെ കേൾപ്പിച്ചിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ വാക്കുകളെ ലംഘിച്ച പല സ്ഥലങ്ങളിലും ആളുകൾ
പട്ടുപോയ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് ഒരു പ്രത്യേക നിർബന്ധമുണ്ട്. പുതിയ വഴിയിലൂടെ പോകുന്ന ദൈവമക്കൾ അവന്റെ കൽപ്പനകൾ, അവന്റെ പ്രമാണങ്ങൾ അനുസരിച്ചു പോകണം. ദൈവത്തിന് ആ കാര്യത്തിൽ ഏറെ നിർബന്ധമുണ്ട്. നാം പോയിട്ടില്ലാത്ത വഴിത്താരയിലൂടെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് നാം കരുതേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഒന്നാമതായി അതിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ 5-ാം വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. പോയിട്ടില്ലാത്ത ഒരു പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പോകുന്ന ജനത്തോട്, യോർദാൻ കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബഹുജാതിയോട്, വലിയൊരു ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ, ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത്? നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. കോൺസെക്രേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ആ കാര്യമാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക, നമ്മളെ തന്നെ കാണുക, വിനയപ്പെടുത്തുക, കുറവുകൾ ഏറ്റുപറയുക, ഒരു പുതിയ അനുഭവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നമുക്കറിയാം, വിശുദ്ധയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ദൈവം നമ്മെ ഒരിക്കൽ വിശുദ്ധീകരിച്ചു, വിശുദ്ധന്മാരാക്കി തീർത്തു. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന പേര് സ്ഥാനീയ വിശുദ്ധീകരണം എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് പുരോഗമനോത്മുഖമായ വിശുദ്ധീകരണമാണ്. എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ നാം വിശുദ്ധി പ്രാപിച്ച് മുന്നോട്ട് പോവുക. ഈ സ്ഥാനീയ വിശുദ്ധീകരണത്തിൽ നമ്മുടെ യാതൊരു പങ്കുമില്ലായിരുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് നമ്മെ മനഃപൂർവ്വമായി വിശുദ്ധീകരിച്ചു. എന്നാൽ പുരോഗമനോത്മകമായ വിശുദ്ധീകരണത്തിൽ നമ്മൾക്കാണ് പങ്കുള്ളത്. ആ ഉത്തരവാദിത്വം നാമാണ് ചെയ്യേണ്ടത്. എന്നാൽ പരിപൂർണമായി നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്ന ഒരു നാളുണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവെങ്കിലാണ് അത് സാധ്യമായി തീരുന്നത്. എന്നാൽ അനുദിന ജീവിതത്തിൽ നാം വിശുദ്ധി പ്രാപിച്ച് മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് വിശുദ്ധ ജീവിതമെന്ന് ഇന്ന് പകലിൽ ഞാൻ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും. അവിടെ വായിക്കുന്നത്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞാൽ, പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലത്ത് ആ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ ഒന്നും ഇന്ന് മാതൃകയാക്കാതിരിക്കുക. നമ്മുടെ പഴയ മനുഷ്യന്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യന് എന്തെല്ലാം മോഹങ്ങൾ, ആ മോഹങ്ങളൊക്കെ പാപമോഹങ്ങളായിരുന്നു. ആ മോഹങ്ങൾ ഒന്നും ഇന്ന് വെച്ച് പുലർത്താതിരിക്കുക. എന്നിട്ട് നമ്മളെ വിളിച്ച വിശുദ്ധന്റെ ആ വിശുദ്ധി നമ്മൾ മനസ്സിലാക്കുക. അതിനോട് അനുസരിച്ച് ജീവിക്കാൻ, അതിനോട് അടുത്ത് ജീവിക്കുവാൻ നാം ബന്ധപ്പെടുക. അതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജീവിതം എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലുള്ള പാപ സ്വഭാവങ്ങൾ ഒരു കാരണവശാലും ഒരു ദൈവവൈതലിൽ വരാനായിട്ട് പാടുള്ളതല്ല. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം എന്ന് ഇവിടെ കാണുകയാണ്. വിശുദ്ധ ജീവിതത്തെ, വിശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള പദം നമുക്ക് അതിന്റെ അർത്ഥം നന്നായിട്ട് അറിയാം. അതിനൊരു സമാന പദം കൊടുക്കുവാനായിട്ടുള്ളത് സെപ്പറേഷൻ എന്നുള്ളതാണ്, വേർപാട് എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പോയിട്ടില്ലാത്ത പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അഥവാ നിങ്ങളെ തന്നെ വേർപെടുത്തി വേർപെട്ടവരായി ജീവിക്കണം. പോയിട്ടില്ലാത്ത പുതിയ വാതിലുകളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥ വേർപാടും വിശുദ്ധിയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു വിശുദ്ധീകരണം, വേർപാട് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. അവിടെ അടിസ്ഥാന പ്രമാണമായ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവർ അവരോട് ചേർന്നു. ഒന്ന് രക്ഷ, മറ്റൊന്ന് സ്നാനം, മറ്റൊന്ന് മൂന്നാമത് വേർപാട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷയും സ്നാനവും മാത്രമല്ല, വേർപെട്ട ജീവിതം എന്ന് പറയുന്നത് ദൈവം തന്നെ ജനത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ധാരാളം ആളുകൾ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കും, സ്നാനപ്പെടുത്തുകയും ചെയ്യും, പക്ഷെ വേർപാടിനെ കുറിച്ച് പ്രസംഗിക്കുകയില്ല. എങ്ങനെ വേണേലും ജീവിക്കാം, അവിടെ തന്നെ നിന്നുകൊള്ളാം, ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊള്ളൂ, പക്ഷെ ഞങ്ങളുടെ കൂടെ വരണം. അങ്ങനെയാണ് പല ആളുകളും പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വേർപാട് എന്ന് പറഞ്ഞാൽ അത് ഒരു അനുഗ്രഹീതമായ ഉപദേശമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ ദൈവമക്കളും വേർപെട്ടവരായി ജീവിക്കണമെന്ന് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. ലേവ്യ പുസ്തകത്തിൽ ദൈവം തന്നെ ജനത്തോട് പറയുന്നു,
നിങ്ങൾ പണ്ട് പാർത്തിരുന്ന മിസ്രയീം നാട്ടിലെ നടപ്പ് പോലെ നടക്കരുത്. 18-ാം അധ്യായം. മാത്രമല്ല, കനാൻ ദേശത്തിലെ നടപ്പ് നിങ്ങൾ കരുത്. പിന്നെന്താ? എന്റെ വിധികളെ പ്രമാണിച്ച് എന്റെ ചട്ടങ്ങളെ അനുസരിക്കണം. അതാണ് ദൈവത്തിന്റെ പ്രമാണം. എന്റെ വിധികൾ, എന്റെ ചട്ടങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് ഒറ്റ വിധിയേ ഉള്ളൂ, ഒറ്റ ചട്ടമേ ഉള്ളൂ, ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ. അതാരുമാകട്ടെ, ദേശത്തിന്റെ ഏത് ഭാഗത്ത് വസിക്കുന്നയാളുമാകട്ടെ, ഇന്ത്യയിലോ അമേരിക്കയിലോ വസിക്കുന്നവനാകട്ടെ, കുറഞ്ഞവനോ കൂടിയവനോ ധനാഢ്യനോ ദരിദ്രനോ ആയിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഒറ്റ പ്രമാണമേ ഉള്ളൂ, ഒരൊറ്റ വിധിയേ ഉള്ളൂ. അത് ദൈവത്തിന്റെ വിധിയാണ്. നമുക്കറിയാം, ഈ പട്ടണത്തിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ഹെയർ കട്ടിംഗ്, മുടിവെട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ പറയുക, ബാർബറെ, എന്റെ മുടി അല്പം കുരുവിക്കൂടൊക്കെ വെച്ച് വെട്ടണം, അല്ലെങ്കിൽ എന്റെ മുടി ഇന്ന ഫാഷനിൽ വെട്ടണം എന്ന് പറഞ്ഞാൽ ആ ബാർബർ പറയും, സുഹൃത്തെ, അങ്ങനെ ഒരു വെട്ട ഇവിടെയില്ല. ഈ ഞാൻ അനുവദിക്കുന്ന പോലെ വെട്ടാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ പോകാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വെട്ട് മാത്രമേ അവിടെ ഉള്ളൂ. നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തിന് തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ഒറ്റ പ്രമാണമേ ഉള്ളൂ. അത് ലംഘിക്കാൻ ആർക്കും കഴിയുകയില്ല. ഒരുപക്ഷെ നമുക്ക് ധനമുണ്ടായിരിക്കാം, നമുക്ക് പലമായ ബന്ധുബലങ്ങൾ ഉണ്ടായിരിക്കാം, ഭൗതികമായ പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമാണ് പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം ലംഘിക്കുവാൻ നമുക്കാർക്കും അനുവാദമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വേർപാട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവസഭ കെട്ടിയടച്ചൊരു തോട്ടമാണ്, അടച്ചിട്ടിരിക്കുന്ന ഒരു നീരുറവയാണ്. പല കാര്യങ്ങൾ അവിടെ നിന്ന് വായിക്കുന്നുണ്ട്. അതെല്ലാം വേർപാട് പൂർണ്ണമായി പാലിക്കണം. ലോകത്തിന്റെ കളങ്കങ്ങൾ, മാലിന്യങ്ങൾ, മലിനങ്ങൾ ഒന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇത് കെട്ടിയടച്ച മനോഹരമായ തോട്ടമാണ്. ഉത്തമഗീതങ്ങൾ 6:4 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവസഭ കൊടികളോടുകൂടി